എന്നെ കേൾക്കുന്ന ആളുകൾ എനിക്കറിയാം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് എന്നുള്ളത്. കാരണം ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം എഴുതാൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് എന്നുള്ള പ്രത്യേകത കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സംസാരം അല്ലെങ്കിൽ ഈ ഒരു ടോക്ക് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടൊരു ധാരണ വെച്ചിട്ടായിരിക്കാം ഈ ഒരു മീറ്റിങ്ങിലേക്ക് വന്നിട്ടുള്ളത് എനിക്ക് അറിയാം. പ്രധാനമായിട്ടുള്ള ചില ഏരിയകളെ കവർ ചെയ്തുകൊണ്ട് പോകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയത്തിന്റെ ഒരു പ്രയാസം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും പരമാവധി പറയപ്പെട്ട സമയത്തിനകത്ത് തന്നെ നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു ടോക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചില മേഖലകൾ എന്ന് പറയുന്നത്, ഒന്ന് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ എന്താണ് നെറ്റ് എന്നുള്ളതിന്റെ ഒരു ഇൻട്രഡക്ടറി പാർട്ട്. സ്വാഭാവികമായിട്ടൊരു നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിന്റെ തീവ്രത, ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നും എത്രത്തോളം മത്സര ബന്ധിതമായ ഒരു സമൂഹത്തിലാണ് നാം ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ തയ്യാറാവാൻ പോകുന്നത് എന്നും അറിയേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള നെറ്റ് എക്സാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ സ്ഥിതി വിവര കണക്കുകൾ കൂടെ നമുക്ക് മനസ്സിലാക്കിയാലാണ് നെറ്റ് എന്ന് പറയുന്ന 3 അക്ഷരമോ അല്ലെങ്കിൽ JRF എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പോ ഇപ്പൊ നമുക്ക് PhD എൻട്രൻസ് കൂടെ ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ PhDയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ കൂടെ ഇതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ ഈ മേഖലകളിലേക്കുള്ള ആ ഒരു പ്രയാണം അത് എത്രത്തോളം ടഫാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത്ര പ്രാധാന്യമുള്ള ഒരു എക്സാം തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ എങ്ങനെ ഉണ്ടാവണം, അതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് സൂചിപ്പിച്ചു പോകാം. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടത് ഈ എക്സാം അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഈ പറയുന്ന NTA ഈ എക്സാം സെറ്റ് ചെയ്തിട്ടുള്ളത് UGCക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അതിലേറെ മുഖ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ മുന്നിലുള്ള വലിയൊരു പ്രയാസം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും എന്നാൽ അതിനുശേഷം പിന്നീട് സംഘാടകരുടെ താല്പര്യം പോലെ തന്നെ നമുക്ക് നിങ്ങളുടെ ക്വയറീസ് ആ ക്വയറികൾ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അഡ്രസ് ചെയ്യാം. കൂടുതലായിട്ട് ഏതെങ്കിലും തരത്തിൽ അതിന് ക്ലാരിറ്റി വേണമെങ്കിൽ ഈ സെഷനിൽ തന്നെ നമ്മുടെ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള സിജിയുടെ കരിയർ കൗൺസിലേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ഏതെങ്കിലും സോഴ്സുകളിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ അത്തരം സംശയങ്ങൾ തീർക്കാൻ പറ്റുമെന്ന് എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്കറിയാവുന്ന പോലെ തന്നെ എന്താണ് നെറ്റ്, എന്താണ് JRF എന്ന് വിശദമായിട്ട് പറയേണ്ടതില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ UGC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ പ്രോസസ്സുകളെല്ലാം നിയന്ത്രിക്കുന്നത്. ഇപ്പൊ UGCക്ക് വേണ്ടിയിട്ട് ഈ എക്സാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA ആണ് കഴിഞ്ഞ 2018 ഡിസംബർ മുതൽക്ക്, അതായത് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒരു ഏജൻസി എന്ന നിലയ്ക്ക് NTA ആണ് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് നടത്താനുള്ള ചുമതല കൊടുത്തിരിക്കുന്നത്. ഈ ടെസ്റ്റ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഗവേഷണ മേഖലയിലേക്കും ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ നാഷണൽ ലെവൽ എക്സാം എന്നുള്ളതിന്റെ പ്രാധാന്യം നമുക്ക് നെറ്റിൽ കാണാൻ സാധിക്കും. വർഷത്തിൽ 2 തവണകളായിട്ട് ജൂൺ, ഡിസംബർ മാസങ്ങളിലാണ് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അതല്ലെങ്കിൽ എക്സാം നടത്തിപ്പ് ഉണ്ടാവുക. അല്ലെങ്കിൽ ജൂണിൽ നോട്ടിഫിക്കേഷൻ വരും, ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നൊരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ വർഷം മുതൽ കംപ്ലീറ്റ്ലി നമുക്ക് CBT-യിലേക്ക് അത് മാറി. അതിനു മുമ്പ് പെൻ ആൻഡ് പേപ്പർ പ്രോസസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ള ഒരു മോഡലിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ
സമയത്ത് നമ്മൾ എഴുതുമ്പോൾ, അതല്ലെങ്കിൽ ഈ ഡിസംബർ മാസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് ജനുവരി 1 മുതൽ 19 വരേക്ക് നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ആ എക്സാമിനകത്ത് പുതിയ ഒരു സബ്ജക്റ്റ് അടക്കം 85 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ എക്സാമിന് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 284ഓളം സെന്ററുകളിൽ, അതല്ലെങ്കിൽ സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ എക്സാം സെന്റേഴ്സ് NTA സജ്ജീകരിച്ചിട്ടുള്ളത്. കേരളത്തിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 17ഓളം സെന്ററുകളാണ് കേരളത്തിൽ വിവിധ സിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളത്. ലക്ഷദ്വീപിൽ സെന്റർ അടക്കം മലയാള പേപ്പറുകൾ എഴുതുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ മലയാളികൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന 18ഓളം സെന്ററുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സാമിന് നമ്മൾ എപ്പോഴും പറയാം 3 in 1 എന്നുള്ളതാണ്. ഒരു എക്സാം കൊണ്ട് 3 കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒന്ന് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് എന്നുള്ളതാണ്. JRF എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് വളരെ സൗകര്യപ്രദമായിട്ട് പഠനത്തോടൊപ്പം തന്നെ ഗവൺമെന്റ് സാലറി, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു സ്കോളർഷിപ്പോട് കൂടെ നമുക്ക് നമ്മുടെ ഗവേഷണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ എക്സാം നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റികളിലെ ഒരു അധ്യാപകൻ എന്നുള്ള മേഖലയിലേക്ക് നമുക്ക് കടന്നു പോകണമെങ്കിൽ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് കാണുന്ന ഒന്നാണല്ലോ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള മിനിമം ക്വാളിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ള എക്സാം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് എഴുതാൻ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതോടുകൂടെ, JRF ക്വാളിഫൈ ചെയ്യുന്നതോടുകൂടെ നമുക്ക് PhD, നിലവിൽ PG കഴിഞ്ഞ് അല്ലെങ്കിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഈ വർഷം നമുക്ക് പുതിയ പ്രത്യേകതകൾ കൂടെ ഉണ്ട്. FUGPയുടെ ഭാഗമായിട്ട് 4 ഇയർ ഡിഗ്രിയുള്ള, അല്ലെങ്കിൽ 4 വർഷ ഡിഗ്രികളിലുള്ള 4ാമത്തെ വർഷം 75% മാർക്കുള്ള കുട്ടികൾക്ക് കൂടെ നെറ്റ് എഴുതാം എന്നുള്ളൊരു ഒരു പുതിയ സാധ്യത കൂടെ ഈ വർഷം നമുക്ക് NTA മുന്നോട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ UGC മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അത് ഇന്ത്യയിൽ FUGP തുടക്കം കുറിച്ചൊരു വർഷം എന്ന പോലെ ഈ വർഷം അതിന് അത്ര വലിയ പ്രാധാന്യം നമ്മൾ കാണുന്നില്ല. എങ്കിലും ആ ഒരു 4 ഇയർ ഡിഗ്രി മുന്നേ ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളൊന്നും പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ആ സമയത്ത് അത്തരം കോഴ്സുകൾ പൂർത്തീകരിച്ച ആളുകളിലൂടെ ഈ ഹോണേഴ്സ് വിത്ത് റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് 75% അഗ്രിഗേറ്റ് മാർക്കുള്ള സ്കോറുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ എക്സാം എഴുതാമെന്നുള്ളതാണ്. then മറ്റൊന്ന്, കഴിഞ്ഞ എക്സാമോട് കൂടെ, ജൂൺ എക്സാമോട് കൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള UGC മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ PhD നേടണമെങ്കിൽ അതുവരേക്കും ഉണ്ടായിരുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലും അവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ എൻട്രൻസുകളായിരുന്നെങ്കിൽ ഇപ്പോ നമുക്ക് അറിയാം, UGCയുടെ നെറ്റ് JRF എക്സാമിന്റെ ഭാഗമായിട്ട് ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് വെച്ച് ആ കട്ട് ഓഫിന് ഉള്ള ആളുകൾക്ക് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ചെയ്താണ്ട് തന്നെ നമുക്ക് PhDക്ക് അഡ്മിഷൻ എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് 3 in 1 എന്ന് പറയുന്നത്. ഒന്ന് JRFന്, മറ്റൊന്ന് നെറ്റ്, മറ്റൊന്ന് PhD അഡ്മിഷൻ ഓൺലി. ഇങ്ങനെ 3 പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ NTA നടത്തുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നമുക്കറിയാം, കഴിഞ്ഞ ജൂൺ എക്സാം കഴിഞ്ഞതിന് ശേഷം, ജൂൺ എക്സാമിൽ നമുക്ക് ഇന്ത്യൻ നോളജ് സിസ്റ്റം കൂടെ ആഡ് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോ ആയുർവേദ ബയോളജി എന്ന് പറയുന്ന പുതിയൊരു സബ്ജക്റ്റ് കൂടെ ഈ വർഷത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിലേക്ക് ആഡ് ചെയ്ത 85 സബ്ജക്റ്റുകൾ, 82 ഉണ്ടായിരുന്നത് കഴിഞ്ഞ 1-2 വർഷമായിട്ട് അത് 82 കൂട്ടി ഇപ്പൊ അത് 85, ആയുർവേദ ബയോളജി അടക്കം 85 സബ്ജക്റ്റുകളിലേക്ക് അത് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയുണ്ട്. സോ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ എക്സാമിന്റെ ഒരു ടഫ്നെസ് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ എക്സാമിന്റെ ഒരു സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ ക്ലിയർ ആയിരിക്കും. അത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 5 വരേക്കാണ് നമ്മുടെ ലാസ്റ്റ് എക്സാം, ജൂൺ സെഷൻ എക്സാം നടന്നിട്ടുള്ളത്. 17 ഒക്ടോബറിന്, 17 ഒക്ടോബർ 2024 അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുത്ത അപ്ലിക്കൻസിന്റെ എണ്ണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏകദേശം 11,21,225 പേരാണ് കഴിഞ്ഞ ജൂൺ മാസത്തില് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് UGCയുടെ നെറ്റ് JRF എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്.
നമ്മൾ അത്ര ചെറുതായിട്ട് കാണണ്ട. നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു എക്സാമാണ് നീറ്റ് എക്സാം. ഏകദേശം 24 ലക്ഷം പേര് എഴുതുന്ന എക്സാമാണ്. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ JEE പോലുള്ള എക്സാംസുകളൊക്കെ ഈ പറയുന്ന ഒരു 16-18 ലക്ഷം പേര് എഴുതുന്ന എക്സാമുകൾ. കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ഒക്കെ ഒരു തീവ്രത എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കൂടുതലാവുക എന്നുള്ളത് വലിയ ചാലഞ്ച് തന്നെയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടും എക്സാം ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ. ഫൈനലി ഈ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുത്ത 11,21,225 പേരിൽ 6,84,224 പേരാണ് അതിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതില് UGCയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടോ ആ ആപ്ലിക്കേഷനുകളുടെ 6% ആണ് അവർ നമുക്ക് എണ്ണമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6% എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ജൂൺ സെഷനിൽ നെറ്റ് കിട്ടിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 53,694 മാത്രമാണ്. ഏകദേശം 12 ലക്ഷത്തിനടുത്ത് പേര് ആപ്ലിക്കേഷൻ കൊടുത്ത് 7 ലക്ഷത്തിനടുത്തോളം ആളുകൾ അത് എഴുതി. എന്നിട്ട് അതിനകത്ത് ഈ പറയപ്പെടുന്ന മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നെറ്റ് ഉണ്ടാകുക എന്നുള്ളതാണല്ലോ എക്സാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വെറും 53,694 പേർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതവിടെ നിൽക്കട്ടെ. 6% എന്ന് പറഞ്ഞാൽ അതിനകത്ത് റിസർവേഷൻ എല്ലാം വരുന്നുണ്ട്, നമ്മളത് പറയാം. ഇനി നമുക്കറിയാം ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഫെലോഷിപ്പാണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. എമൗണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം. ആ ഒരു JRF ക്വാളിഫൈ ചെയ്ത ആളുകളുടെ എണ്ണം വെറും 4,970 ഈ വർഷം കുറച്ച് കൂടുതലുണ്ട്. മറ്റത് 4,000-നകത്തോ 3,500 ഒക്കെ വരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്കറിയാം 2008 ക്വാളിഫൈ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. വെറും 800 പേര് ആണ് അന്ന് നെറ്റ്, 1,300 പേര് നെറ്റ്, 3,000 പേര് നെറ്റും 800 പേര് JRF നേടിയിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഏകദേശം 5,000-നടുത്തേക്ക് സ്കോളർഷിപ്പുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സൗകര്യം തന്നെയാണ്. ഈ ഒരു എക്സാമിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ജൂണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള PhD ക്വാളിഫിക്കേഷൻ നേടാൻ, അല്ലെങ്കിൽ PhD എൻട്രൻസ് ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു നെറ്റിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണത്തിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് വന്നിട്ടുള്ളത് 1,12,070 പേരാണ്. അപ്പൊ മൊത്തം 1,70,734 പേരാണ് ഈ 11,21,225 പേരിൽ നിന്ന് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കണക്കിന് വലിയ പ്രത്യേകതയുണ്ട്. വളരെ ചെറിയ ഒരു വിഭാഗത്തിന് മാത്രമാണ് ഇത്ര ശക്തമായ ഒരു എക്സാം ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ എന്നുള്ളത്. നമ്മൾ മറ്റു എക്സാമുകളൊക്കെ ജനറലി ചെറിയ ക്വാളിഫിക്കേഷൻസിലേക്ക് മാത്രം ഒതുങ്ങുന്നതാണെങ്കിൽ ഈ ഒരു എക്സാമിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള, നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അക്കാഡമിക് സബ്ജക്റ്റിനകത്ത് നമ്മളുടെ നോളജിന് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ മാത്രമേ ഈ ഒരു എക്സാം ക്വാളിഫിക്കേഷൻ എടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു 7 ലക്ഷം പേര് എഴുതുന്ന എക്സാമില് ഈ പറയപ്പെടുന്ന 4,000-5,000 5,000-നുള്ളിലേക്കോ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ എത്ര ശക്തമായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് നമ്മിൽ ഉണ്ടാവണം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവര് സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നെറ്റ് ഭാഗത്തേക്കാണ് വരുന്നതെങ്കിൽ 6%, 100 പേര് എഴുതിയാൽ വെറും 6 പേര് ക്വാളിഫൈ ചെയ്യുന്ന, 1,000 പേര് എഴുതിയാൽ 60 പേര് മാത്രം ക്വാളിഫൈ ചെയ്യുന്ന, 1 ലക്ഷം പേർക്ക് 6,000 പേര് മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഒരു പരീക്ഷയിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ ഉണ്ടാവണമെന്ന് നമ്മൾ ഒന്നൊന്ന് ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. സോ 2 പ്രധാന മേഖലകളിലേക്ക് പോകുന്ന ആളുകളായിരിക്കും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവുക. ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ ഒരു അധ്യാപകനാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകളായിരിക്കാം ഇത്തരം ഒരു എക്സാമിനെ കുറിച്ച് ചിന്തിക്കുന്നതും അത്തരം ഒരു എക്സാമിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ താൻ പഠിക്കുന്ന ഒരു അക്കാഡമിക് സബ്ജക്റ്റിനകത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഗവേഷണ ബുദ്ധിയോട് കൂടെ ഒരു റിസർച്ച് മേഖലയിലേക്ക് മുന്നേറുക എന്നുള്ള ഒരു താല്പര്യം വെച്ചുകൊണ്ടായിരിക്കും രണ്ടാമത്തെ ഒരു വിഭാഗം എന്നെ കേൾക്കുന്നുണ്ടാവുക. ഈ 2 താല്പര്യങ്ങളും ഇല്ലാത്ത
ഒരു ഓഡിയൻസിന് ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരിക്കില്ല എന്നെ കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ 2 പേപ്പറുകളായിട്ട് ആണ് ഈ ഒരു എക്സാമിന് നമുക്കറിയാം. എക്സാമിന്റെ വലിയ പ്രത്യേകത എല്ലാം നമ്മളൊക്കെ എഴുതുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് മോഡായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ ഈസി എന്ന് പറയുന്നില്ല. ഒരുപക്ഷെ നമുക്ക് ചെറിയൊരു നോളജ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു രീതിയിലേക്ക് നമുക്ക് നമ്മുടെ വിഷയം എഴുതി പ്രതിഫലിപ്പിക്കാമായിരുന്നെങ്കിൽ ഇപ്പൊ അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, MCQ ആണ്. 4 ഓപ്ഷനുകളുള്ള ക്വസ്റ്റ്യനുകളായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക. എക്സാമിന്റെ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം 2 പേപ്പറുകൾക്ക് വേണ്ടി 3 മണിക്കൂറുകളാണ് ഉണ്ടാവുക. 2 ഷിഫ്റ്റ് ആയിട്ടാണ് പൊതുവെ നമുക്ക് NTA എക്സാം കൊടുക്കുന്നത്. മോർണിംഗ് സെഷനിൽ നമുക്കറിയാം 9:30 to 12:30 ആണ്. അതേപോലെ തന്നെ ആഫ്റ്റർനൂൺ ആണെങ്കിൽ 3 to 6 ആണ് ഇതിന്റെ ടൈം വരുന്നത്. 2 എക്സാമുകളുടെയും ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടാണ്. ആദ്യത്തെ പേപ്പറിന് 1 മണിക്കൂർ, അല്ലെങ്കിൽ ഫസ്റ്റ് പേപ്പറിന് 1 മണിക്കൂർ. ദെൻ നമ്മുടെ സബ്ജക്റ്റ് പേപ്പർ എന്ന് പറയുന്ന സെക്കൻഡ് പേപ്പറിന് 2 മണിക്കൂർ വെച്ചിട്ടുള്ള 3 മണിക്കൂർ ബ്രേക്ക് ഇല്ലാതെ there will be no break between the papers. പേപ്പേഴ്സിനകത്ത് ബ്രേക്ക് ഇല്ലാണ്ടാണ് നമുക്ക് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊരു പ്രത്യേകതയുണ്ട്. പരീക്ഷയുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ എക്സാം എഴുതിയാൽ നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്ന സാധ്യതകൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് JRF കിട്ടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ JRF നെറ്റും PhDയും ക്വാളിഫൈ ചെയ്യാം എന്നുള്ള പ്രത്യേകതയുണ്ട്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ നെറ്റ് ക്വാളിഫൈ ചെയ്യാമെന്നതാണ്. അവിടെ നമുക്ക് ഫെലോഷിപ്പ് ലഭ്യമല്ല, പക്ഷേ മറ്റു 2 സാധ്യതകൾ അസിസ്റ്റന്റ് പ്രൊഫസർ അപ്പോയിന്റ്മെന്റിലേക്കും PhD അഡ്മിഷനിലേക്കും നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നു. മൂന്നാമത്തേത് വെറും PhD ഓൺലി ആണ്. അവിടെ നമുക്ക് ഫെലോഷിപ്പ് ഇല്ല. അതേപോലെ തന്നെ നമുക്ക് നെറ്റ് അതല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഒരു എക്സാം എഴുതിയാൽ ആ എക്സാമിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സ്കോളർഷിപ്പ് തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്കോളർഷിപ്പുകളിൽ ഒന്നാണ് ഇപ്പോ ഈ പറയപ്പെടുന്ന നെറ്റ് JRF സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. JRF എന്ന് പറയുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആദ്യത്തെ 2 വർഷം പ്രൊവൈഡ് ചെയ്യുന്നത് 37,000 രൂപയാണ് ഗവൺമെന്റ്. പ്ലസ് ഇപ്പൊ നമുക്കറിയാം 30% നമുക്ക് HRA കൂടെ ലഭ്യമാകും. മെട്രോ സിറ്റികളാണെങ്കിൽ അതിന്റെ പെർസെന്റേജ് സ്ട്രോങ് ആണ്. അത് യൂണിവേഴ്സിറ്റി നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ തലമനുസരിച്ച് കൊണ്ടായിരിക്കും നമുക്ക് HRA അനുവദിക്കപ്പെടുക. ദെൻ 2 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ SRF സീനിയർ റിസർച്ച് ഫെലോ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് മാറും. ആ സമയത്ത് നമുക്ക് 42,000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം ഗവൺമെന്റിൽ നിന്ന് യൂണിവേഴ്സിറ്റി വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ കണ്ടിജൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷത്തേക്ക് നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ്, അതേപോലെ തന്നെ പ്രിന്റ് ഔട്ടുകൾ, മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട റിസർച്ച് എയ്ഡുകൾ വാങ്ങിക്കുന്നതിന് ആദ്യത്തെ JRF പീരീഡിൽ നമുക്ക് 10,000-ഉം SRF പീരീഡിൽ ഏകദേശം 21,000-ഉമാണ് നമുക്ക് ലഭ്യമാകും. അതായത് ഈ PhD എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഒരു വ്യക്തിക്ക് താല്പര്യം ഉദിക്കുകയും അയാൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സൗകര്യമാണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന NTA എഴുതുന്ന അല്ലെങ്കിൽ എഴുതിപ്പിക്കുന്ന UGCയുടെ ഒരു എക്സാം എന്ന് മനസ്സിലാക്കി വെക്കുക. JRF ഉണ്ടെങ്കിൽ മറ്റൊരു അഡ്വാൻറ്റേജ് കൂടെ നമുക്കുള്ളത്, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നീട് ഒരു പ്രശ്നമുള്ളത്, നമ്മൾ നെറ്റ് ബേസ് ചെയ്തൊക്കെ ആണെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷന് അതേപോലെ തന്നെ വേക്കൻസി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകേണ്ടത് എന്നുള്ള പ്രത്യേകതയുണ്ട്. സോ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി പൊതുവേ നമ്മൾ എല്ലാ എക്സാമിനും പറയുന്ന പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഫോക്കസിംഗ് ഒന്നും പറയാനില്ല. ഒന്ന്, നമ്മൾ കൃത്യമായിട്ട് NTA സൈറ്റിൽ കയറിയിട്ട് സിലബസ് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. സിലബസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ എല്ലാ പ്രിപ്പറേഷനും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മൾ അറിയാം, കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാന യൂണിവേഴ്സിറ്റികളുടെ എല്ലാം സിലബസുകളെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ സിലബസ് പാറ്റേണുകൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു വൈഡ് ആംഗിളിലുള്ള ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടെയാണ് നമുക്ക് UGCയുടെ സിലബസ് പ്രിപ്പറേഷൻ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഒരുപക്ഷെ നമ്മളുടെ ഒരു PGക്ക് വേണ്ടിയിട്ട്, പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന തലത്തിലായിരിക്കില്ലല്ലോ നെറ്റ് പോലുള്ള ഒരു എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ സിലബസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു പക്ഷേ കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകും. സ്റ്റേജ് സിലബസുകളാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ഈ സിലബസ് പാറ്റേണുകൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. സിലബസ് കിട്ടിയാൽ പിന്നെ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. കൃത്യമായ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കണം എന്നുള്ളതാണ്.
ഞാൻ പറയുന്നത് എപ്പോ തുടങ്ങണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡിഗ്രി പാസ്സായി PGക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന സമയത്തെ നിങ്ങളുടെ നെറ്റിന്റെ പ്രിപ്പറേഷൻ തുടങ്ങണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മൾ വിദ്യാർത്ഥികളോടെല്ലാം. കാരണം PG ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് കിട്ടുന്ന കണ്ടന്റുകൾ അല്ലെങ്കിൽ നമ്മളുടെ സബ്ജക്റ്റുകൾ അത് നമ്മളുടെ നെറ്റ് റിലേറ്റഡ് ആണ്, നമ്മളുടെ സബ്ജക്ട് പേപ്പറിന് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ PGക്ക് ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യപ്പെടുന്ന ലെക്ചറുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന എല്ലാ സംഗതികളും കൃത്യമായിട്ട് നിങ്ങളുടെ നെറ്റ് ഫോക്കസ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം ഫോളോ ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം ബൾക്കായിട്ടുള്ള മെറ്റീരിയൽസുകളും ഒരുപാട് ഏജൻസികൾ, പെയ്ഡ് ഏജൻസികൾ ഇതിനു വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിക്കുന്നുണ്ട്. ക്വാളിറ്റി ഇല്ലാത്തൊരു മെറ്റീരിയൽ വെച്ചുകൊണ്ട് നമ്മുടെ സമയം ചെലവഴിക്കുന്നതിനപ്പുറത്തേക്ക് നല്ല ക്വാളിറ്റിയോട് കൂടെയുള്ള മെറ്റീരിയൽസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ പരമാവധി ഒതന്റിസിറ്റി ഉള്ള കോച്ചിങ് എയ്ഡുകൾ മാത്രം ഉപയോഗിക്കുക. അത്തരം നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രം ഇതിനു വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുക. കോച്ചിങ് വേണമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ക്ലാസ്സുകൾ എടുക്കണമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം അത് വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര ശക്തമായി നടക്കുന്ന ഒരു എക്സാമിനെ നമ്മളുടെ ഒരു റീഡിങ് കപ്പാസിറ്റി വെച്ചിട്ട് എക്സാമിന്റെ സ്ട്രാറ്റജി അറിയാണ്ട് അതല്ലെങ്കിൽ ഈ ഒരു കൃത്യമായി സിലബസ് പാറ്റേൺ അറിയാണ്ട് നമ്മൾ ആ എക്സാമിന് എഴുതിയിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ ഇല്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊന്നും നെറ്റ് കോച്ചിങ്ങിന് പോയിട്ടല്ല JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിലെ മത്സരത്തിന്റെ തോതും എക്സാമിന്റെ പാറ്റേണും കോമ്പറ്റൻസിയും ഒക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സൂചന നിങ്ങളിലേക്ക് തന്നിട്ടുള്ളത്. മറ്റൊന്ന്, കൃത്യമായിട്ടും അത്തരം ഏജൻസികൾ എന്ന് ഞാൻ വിളിക്കുന്നത് നിങ്ങളെ ഇൻട്രസ്റ്റ് ആണ്. ഫ്രീ ആയിട്ടുള്ളവരുണ്ടാവാം. NTA തന്നെ വെബ്സൈറ്റിൽ നമുക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അത്തരം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും നിരന്തരം ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. CBT ആയതുകൊണ്ട് തന്നെ ടൈമിങ് മറ്റുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓരോ ആൻസറിനും നമ്മൾ കൊടുക്കുന്ന സമയം വലിയ ഒരു ഘടകമാണ്. അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മോക്ക് ടെസ്റ്റുകൾ നിരന്തരം ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ക്വസ്റ്റ്യൻസുകളെ കൃത്യമായിട്ട് ആൻസർ ചെയ്തുകൊണ്ട് പരമാവധി നമ്മൾക്ക് സ്കോർ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു സ്ട്രാറ്റജി എപ്പോഴും എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന സാധനമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം NTA വെബ്സൈറ്റിൽ പഴയ വർഷങ്ങളിൽ നടന്നിട്ടുള്ള എക്സാമിന്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് ഓൾഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഡിസംബറിലെ ജനുവരി 1-ാം തീയതി തുടങ്ങുന്ന നമ്മുടെ ഈ എക്സാമിന് പ്രിപ്പറേഷൻ ഈസി ആയിരിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ പേപ്പറിന്റെ ഒരു സ്കോറിംഗ് പാറ്റേൺ നമുക്കറിയാവുന്നതാണ്. ആദ്യത്തെ പേപ്പറിന് 50 ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ടാണ്. 2 മാർക്ക് വെച്ചിട്ട് 50 ക്വസ്റ്റ്യന് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത് 1 മണിക്കൂറാണ് സമയം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 60-ൽ 50 ക്വസ്റ്റ്യൻസോളം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ ഘടകം തന്നെയാണ്. സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്ന 100 ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്സിന്റെ 100 ക്വസ്റ്റ്യൻസ് ആണ്. 2 മണിക്കൂറാണ് നമുക്ക് അതിന് സമയം അനുസരിച്ച് 20 മിനിറ്റ് എന്നുള്ളതാണ്. 20 മിനിറ്റ്സ് കൊണ്ട് 100 ക്വസ്റ്റ്യൻസിനെ കവർ ചെയ്തുകൊണ്ട് 2 മാർക്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് എന്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്, അറ്റൻഡ് ചെയ്യപ്പെടുക എന്നൊരു പ്രോസസ്സ് നടക്കേണ്ടത്. 3 മണിക്കൂറിൽ ഏകദേശം 150ഓളം ക്വസ്റ്റ്യൻസ് 300 മാർക്കിന് അറ്റൻഡ് ചെയ്യപ്പെടേണ്ട ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നെറ്റ് JRF എക്സാം എന്ന് പറയുന്നത്. അഗ്രിഗേറ്റഡ് ആയിട്ട് 40% മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ പറയപ്പെടുന്നത്. 35% റിസർവേഷൻ കാറ്റഗറിക്ക് അഗ്രിഗേറ്റഡ് മാർക്കായിട്ട് നമ്മൾ പറയുന്നത്. നമുക്കറിയാം അഗ്രിഗേറ്റഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരു ബേസിക് കൺസേൺ മാത്രമാണ്. കട്ട് ഓഫ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഓരോ പേപ്പറിന്റെയും കട്ട് ഓഫ് അതേപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് റിസർവേഷൻ കാറ്റഗറൈസേഷൻ ഒക്കെ നോക്കിയിട്ട് മാത്രമാണ് ഈ പറയപ്പെടുന്ന 50,000 പേരിലേക്കും ഈ പറയപ്പെടുന്ന 4,000-ഓ 5,000-ഓ പേരിലേക്കും നമ്മൾ എത്തിപ്പെടുക എന്നുള്ള പ്രത്യേകതയാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ള എക്സാമിന്റെ ഒരു കട്ട് ഓഫ് പാറ്റേൺ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ PhD നേടാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 58% മുതൽ 62% വരേക്ക് കട്ട് ഓഫ് മാർക്ക് കിട്ടുക എന്നുള്ളതാണ് PhD എലിജിബിലിറ്റിയിലേക്കുള്ള ഒരു കട്ട് ഓഫ്. അതായത് നമുക്കറിയാം 300 മാർക്ക് ഏകദേശം 62% മാർക്ക് നേടാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഓക്കെ, രണ്ടാമത്തേത് നെറ്റാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും
65 മുതൽ 67% മാർക്ക് എൻഷുർ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അതിന്റെ എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. JRF ആണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ തീർച്ചയായിട്ടും 70 to 75% മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കറിയാം ഇത് 1-ാം തീയതി 30-ാം തീയതിയായി. ഇനി വെറും 30 ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ കൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന പെർസെൻറ്റേജ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ 1 മുതൽ 19 വരെയൊക്കെയാണ് ജനുവരിയിൽ എക്സാം വരുന്നത്. ഒരുപക്ഷെ ചില സബ്ജക്റ്റുകൾ 18-നും 19-നൊക്കെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയം ഒരു 40 ദിവസത്തിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാണ് മനസ്സിലാക്കി വെക്കുക. സോ ഒന്നാമത്തെ പേപ്പറിന്റെ സിലബസ് ഞാനിവിടെ അതിന്റെ മേജർ ഏരിയകൾ 10 ഏരിയകളാണല്ലോ. ആ 10 ഏരിയകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്കഷനിലേക്കൊന്നും പോകുന്നില്ല. ഏരിയ ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ ചിന്തിക്കേണ്ടത് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് കോമൺ ഫോർ ഓൾ എന്നുള്ളതാണ്. ഈ 12 ലക്ഷം പേര് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ആ 12 ലക്ഷം പേരും അറ്റൻഡ് ചെയ്യപ്പെടേണ്ട ഒരു പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ദ കോമ്പറ്റീഷൻ വിൽ ബി ഹൈ. കമ്പാരിറ്റീവ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പറാണ്. ഈ 12 ലക്ഷം പേരെ കവർ ചെയ്തുകൊണ്ട് അതിൽ ഈ പറയപ്പെടുന്ന ആദ്യത്തെ 50,000 60,000 നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഇത്ര ശക്തമായ ഒരു പേപ്പർ നമുക്ക് ക്വാളിഫൈ ചെയ്തേ പറ്റൂ. അതിലെ 10 മേഖലകളായിട്ട് ഓരോ മേഖലയിൽ നിന്നും 5 ക്വസ്റ്റ്യനുകളായിട്ട് ആണ് നമുക്കിത് കാണാൻ സാധിക്കുക. ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻസ്, അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻസ്, ICT, പീപ്പിൾ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അടക്കമുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ ഉൾപ്പെടുത്തിയിട്ടാണ് UGCയുടെ നെറ്റ് സിലബസ് എന്നുള്ളത്, 1-ാം പേപ്പറിന്റെ സിലബസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. വളരെ കൃത്യമായിട്ട് ഇതിൽ ഓരോ കോമ്പണന്റിന്റെയും എക്സ്പ്ലനേഷൻസ് നമുക്ക് NTA സൈറ്റിൽ പോയാൽ സിലബസ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലഭ്യമാവും. ഞാൻ അവിടെ ഇത് നമ്മുടെ ഒരു സിലബസ് ഓറിയന്റേഷൻ പ്രോഗ്രാം അല്ലാത്തത് കൊണ്ടാണ് സർ ഓഡിയോ ബ്രേക്ക് ആയിട്ടുണ്ട്. ഹലോ യാസിൻ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സ്ലൈഡ് പോയോ? സ്ലൈഡ് ഇപ്പം പോയിട്ടുണ്ട്. ഓക്കെ റാഷി. ഓക്കെ. വളരെ പ്രധാനമായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഡേറ്റുകൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം നവംബർ 19-ാം തീയതി മുതൽ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഡിസംബർ 10 അവസാന തീയതി. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഫീ അടക്കേണ്ട പ്രോസസ്സ് നടക്കേണ്ടത് ഡിസംബർ 10-ന് അത് ഫീ അടക്കേണ്ടതുണ്ട്. ഡിസംബർ 10 എന്ന് പറയുമ്പോൾ ഡിസംബർ 10 11:50 ഒരു ടൈം പറയുന്നത്. 11:50 രാത്രി 12 മണിയാവുന്നതിനും 10 മിനിറ്റ് മുമ്പ് സമയത്തേക്ക് ഇതിന്റെ പ്രോസസ്സുകൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ദെൻ നമുക്കറിയാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് NTA-യുടെ ഒരു വലിയ റോൾ എന്ന് പറയുന്നത് NTA ഈ പ്രോസസ്സ് ഒരു തരത്തിലും വെരിഫിക്കേഷൻ നടത്തുന്നില്ല. നമ്മളത് പറയുന്നുണ്ട്. ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ആപ്ലിക്കന്റിനാണ്. എന്തൊക്കെയാണ് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതിന്റെ ഇൻഫർമേഷൻ എല്ലാം വെരിഫൈ ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കറക്ഷൻസ് പൂർത്തീകരിക്കപ്പെടേണ്ടതൊക്കെ അത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളാണ്. ഏതെങ്കിലും തരത്തിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മിസ് ഇൻഫർമേഷൻസോ ഫോൾട്ട് ഇൻഫർമേഷൻസോ കണ്ടെത്തിയാൽ അത് നമ്മളുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ. ദെൻ സ്വാഭാവികമായിട്ട് അത്തരം കറക്ഷൻസ് നടത്താൻ ഡിസംബർ 12-13 സമയം അനുവദിച്ചിട്ടുള്ളത്. എല്ലാം 11:50 PM വരേക്കാണ് നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത്. നിലവിൽ നമുക്കറിയാം ആദ്യമായിട്ട് 2 പ്രോസസ്സുകൾ, സിറ്റി ഇന്റിമേഷൻ ആണ് ആദ്യം വരിക. നമുക്ക് ഏത് സിറ്റിയാണ് നമ്മളുടെ പരീക്ഷ എഴുതാനുള്ള സെന്റർ എന്നുള്ളത്. സിറ്റി ഇന്റിമേഷനിൽ നമുക്ക് വേറെ ഡീറ്റെയിൽസുകളൊന്നും ഉണ്ടാവില്ല. പിന്നീട്
നമുക്ക് അഡ്മിറ്റ് കാർഡാണ് വരിക. അഡ്മിറ്റ് കാർഡിലായിരിക്കും നമ്മുടെ ഷെഡ്യൂൾ, ഡേറ്റ്, അതേപോലെ തന്നെ സെന്റർ മീൻസ് ഏത് സ്കൂളാണ് അല്ലെങ്കിൽ ഏത് സെന്റർ ആണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. എന്തായാലും എക്സാമിന്റെ ഡേറ്റ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ജനുവരി 19-ാം തീയതി അവസാനിക്കുന്ന രീതിയിലായിരിക്കും 85 സബ്ജക്റ്റുകളുടെയും സിലബസുകൾ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾ ഉണ്ടാവും എന്നുള്ളത്. റിസൾട്ട് 1 മാസത്തിനുള്ളിലാണ് പൊതുവെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒക്ടോബർ 17-ന് സെപ്റ്റംബർ 5-ന് കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് ഒക്ടോബർ 17-നാണ് കഴിഞ്ഞ ജൂൺ സെഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ അത്തരം പ്രോസസ്സുകൾ പൂർത്തീകരിക്കും. കാരണം നമുക്കറിയാം എക്സാം കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ള ചില പ്രോസസ്സുകൾ കൂടെ നടക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഇതിന്റെ പ്രോസസ്സുകൾ പൂർത്തീകരിക്കേണ്ടത്. ഒരിക്കലും മറ്റൊരു സെക്കൻഡ് എയ്ഡുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്ന് പ്രത്യേകം എനിക്ക് പറയുന്നുണ്ട്. ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ മാത്രമേ നമ്മുടെ പ്രോസസ്സുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുള്ളൂ. പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്, ഒന്നാമത്തേക്ക് നമുക്കറിയാം ഇത് ഓൺലൈൻ മോഡ് എക്സാം ആണ്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളതുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള ആപ്ലിക്കേഷൻസും NTA പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ UGC പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഒന്നിലധികം ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നതിന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫർദർ പ്രോസസ്സുകൾ ഉണ്ടാവും എന്നുള്ളത് കൂടെ ഓർത്തു വെക്കുക. ദെൻ മറ്റൊന്നാണ്, ഈ പ്രോസസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം 100 പേജുകളോളമുള്ള 101 പേജുകളോളമുള്ള NTA വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം വളരെ വ്യക്തമായി നെറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്കുള്ളത്, നമ്മളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളുടെ സൂചനയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അത് വെച്ചിട്ടാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അത് നമ്മുടേതോ അല്ലെങ്കിൽ പാരന്റ്സിൻ്റെതോ മാത്രമാവാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും സെന്ററുകളിൽ നിന്ന്, കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് അവരുടെ അഡ്രസ്സിലേക്ക് ആവരുത്. കാരണം ഫർദർ കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെയിൽ ID വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു നമ്പർ വെച്ചിട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് NTA നമുക്ക് അവരുടെ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. അവരുടെ കസ്റ്റമർ കെയർ നമ്പറുകളുണ്ട്. അതേപോലെ തന്നെ NTA ഇമെയിൽ ID കൃത്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽസുകൾ അപ്ഡേറ്റ് ചെയ്താൽ അതിന് ക്ലാരിറ്റി ഉണ്ടാക്കും. ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും അവർ മറുപടി തരില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് NTA അത് റിപ്ലൈ ചെയ്യുന്നത് പ്രത്യേകം പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ബുള്ളറ്റിൻ നിർബന്ധമായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണമെന്ന് ഉറപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ചിട്ടാണ് പോകുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ അല്ലെങ്കിൽ EWS-ന് 55% PG മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഘടകം. ഞാൻ നേരത്തെ പറഞ്ഞു 4 ഇയർ ആണെങ്കിൽ 75% ഉണ്ടായിരിക്കണം എന്നുള്ളത്. OBC മറ്റു അതിൽ തന്നെ NCL ആയിട്ട് നോൺ ക്രീമിലിയർ ആയിട്ടുള്ള OBC, SC, ST, PWD, ജെൻഡർ അടക്കമുള്ള ആളുകൾ 50% ആണ് നമുക്ക് പറയുന്നത്. മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നു എന്നുള്ളതാണ്. പക്ഷേ വിത്തിൻ 2 ഇയേഴ്സ് കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് NTA-യിൽ അതിന്റെ അപ്ഡേഷൻ കൊടുക്കേണ്ടതുണ്ട്. നെറ്റിലേക്ക് നമ്മൾ അപ്ഡേഷൻ കൊടുക്കേണ്ടതുണ്ട്. PhD ഓൺലി ആണ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ 1 വർഷമാണ് അതിന്റെ കാലാവധി. 1 വർഷം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിനെ തിരിച്ച് വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് PG ഫസ്റ്റ് ഇയർ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം PhD ഓൺലി ആണെങ്കിൽ ഒരു ചെറിയ പ്രയാസം നേരിടാൻ സാധ്യതയുണ്ട് എന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ മറ്റൊരു എക്സെപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഏകദേശം 1991 മുമ്പ് സെപ്റ്റംബർ 19 മുമ്പ് PG കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു 5% മാർക്കിൽ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നു. തേർഡ് ജെൻഡർ കാറ്റഗറികൾ പ്രത്യേകിച്ച്, അതേപോലെ തന്നെ SC, ST, PWD അടക്കമുള്ള കാറ്റഗറികൾക്കൊക്കെയാണ് ഇത്തരം മാർക്കിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഒന്നുകൂടെ ഞാനത് കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 55, OBC, SC, ST ആണെന്ന് മിനിമം 50. ദെൻ അതേപോലെ തന്നെ അവൈറ്റഡ് റിസൾട്ട് ആണെന്നുവെച്ചെങ്കിൽ നിലവിൽ അവർക്ക് സ്കോറിംഗ് പ്രശ്നമില്ല. പക്ഷെ അവർ പ്രൊവിഷണലി അപ്ലൈ ചെയ്തിട്ട് പിന്നീട് അവരുടെ ക്വാളിഫിക്കേഷൻ ഫൈനൽ ചെയ്തതിനു ശേഷമാണ് അത് വെരിഫിക്കേഷനിലേക്ക് പോവുകയുള്ളൂ. ദെൻ മിനിമം 75% ആണ് 4 ഇയർ ഡിഗ്രി കുട്ടികൾക്ക് വേണ്ടത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ നമുക്കറിയാം ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ മിനിമം നമ്മൾ ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ നമുക്ക് PG ഉണ്ടാവണം എന്നുള്ള നിർബന്ധമാണ്. നമ്മളുടെ PG നിർബന്ധമായും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നെറ്റിനുള്ളത്. സോ അതുകൊണ്ട് ഒരിക്കലും മറ്റൊരു സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. ദെൻ നമ്മൾക്ക് ഈ 85 കോഴ്സുകളിൽ
85 സബ്ജക്റ്റുകളിൽ നമ്മുടെ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അതിനോട് അലീഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് ഏതൊക്കെ വിഷയങ്ങൾ കൊടുക്കാം എന്നുള്ളത് ബുള്ളറ്റിൽ അപ്പൻഡിക്സ് 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്തതിനു ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രധാനമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഇതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കേഷന്റെ കോപ്പികൾ, അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ്, എൻട്രി പെർസെന്റേജ് കണക്കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ്, ആധാർ വേണം നിർബന്ധമൊന്നും പറയുന്നില്ല, മറ്റേതെങ്കിലും ഐ ഡി പ്രൂഫ് ആണെങ്കിൽ ആധാർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു OTP കൊടുത്തുകൊണ്ട് അത് വെരിഫൈ ചെയ്യേണ്ടി വരും. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, സെമസ്റ്ററിലെ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നമ്മൾ റിസർവേഷൻ ക്രൈറ്റീരിയ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ്, ഇതൊരു ഫോട്ടോഗ്രാഫ്, അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ, അതിന്റെ എന്താ പറയാ KB കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അതിൽ തന്നെ സൈറ്റിലുണ്ട്. അപ്പൊ ഇത്തരം സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ അതിന് ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ട് നമ്മുടെ ബുള്ളറ്റിൻ പറഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്മളുടെ എല്ലാ ഡോക്യുമെന്റും കയ്യിൽ വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് ഒരു തരത്തിലുള്ള കറക്ഷൻ പാറ്റേണുകളോ അല്ലെങ്കിൽ മെത്തേഡുകളോ NTA ഫോളോ ചെയ്യുന്നില്ല. ആകെ 2 ദിവസം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യുന്നു. പിന്നീട് വരുന്ന ഒരു പരാതിയും സ്വീകരിക്കില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. കേരളത്തിൽ 17 സെന്ററുകളാണ്. 17 സെന്ററുകളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കൃത്യമായിട്ട് ഇന്ത്യയിലുള്ള 184ഓളം വരുന്ന സെന്ററുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കണം. ആ സെന്ററുകളുടെ പിന്നെ കോഡുകളും മറ്റു സബ്ജക്ട് കോഡുകൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ബുള്ളറ്റിൻ നോക്കിയിട്ട് വേണം ആപ്ലിക്കേഷൻ കൊടുക്കാനിരിക്കാൻ. അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടാവാം. ഞാൻ അവരെ അല്ല ഉദ്ദേശിക്കുന്നത്, പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നുള്ളതാണ്. 3 സ്റ്റെപ്പുകളായിട്ടാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുക. ഒന്ന് നമുക്കൊരു രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാക്കി NTA വെബ്സൈറ്റിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ട് വഴി നമ്മൾ രണ്ടാമത് നമ്മളുടെ ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കുന്ന സെക്കൻഡ് ടൈമാണ്. അവിടെയാണ് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് മീൻസ് നമ്മുടെ മാർക്ക്, കാര്യങ്ങൾ, ക്രൈറ്റീരിയകളെല്ലാം ഉൾപ്പെടുത്തേണ്ടത്. ദെൻ നമ്മുടെ ഫോട്ടോയും അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടതൊക്കെ അവിടെയാണ്. ഫോട്ടോയുടെയും സിഗ്നേച്ചറിന്റെയും പ്രത്യേകത നമുക്കറിയാം. ഫോട്ടോ എടുക്കുമ്പോൾ ചെവി അടക്കം കാണേണ്ടതുണ്ട് എന്നതാണ്. മറ്റൊരു തരത്തിലുള്ള മാസ്കോ മറ്റു കാര്യങ്ങളോ, സ്പെക്സ് വെക്കുന്നുണ്ടെങ്കിൽ നോർമൽ കൂളിംഗ് വെക്കുന്ന സ്പെക്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഫേസ് വളരെ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. ചെവി അടക്കം കാണേണ്ടതുണ്ട്. അപ്പോൾ സ്കാർഫൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. ആ ഒപ്പ് വളരെ കൃത്യമായ ഒരു വൈറ്റ് പേപ്പറിൽ ഈ പറയപ്പെടുന്ന 4 KB അതേ ഉള്ളിൽ 30 KB ഉള്ളിലായിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്ത് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ റെഡിയാക്കാൻ. ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണം ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ NTA വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനെന്നുള്ളത് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ദെൻ പേയ്മെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിക്കാം. GPay പേയ്മെന്റ് സിസ്റ്റങ്ങളെല്ലാം ഉണ്ട്. അത് ഉപയോഗിക്കാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പുകളൊക്കെ ഓട്ടോമാറ്റിക് വരുമെന്നുള്ളത് തീരുമാനിക്കരുത്. 3 സ്റ്റെപ്പും കഴിഞ്ഞ് പേയ്മെന്റ് ക്ലിയർ ചെയ്ത് പേയ്മെന്റ് അടക്കം പൂർത്തീകരിച്ചാൽ മാത്രമാണത് ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതിനു മുമ്പ് അത്തരം കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും NTA കൊടുക്കുന്നില്ല. ആപ്ലിക്കേഷൻ ഫുൾ അല്ലെങ്കിൽ അത് പിന്നീട് ഒരു ക്ലൈമിനും നമുക്ക് അവസരമില്ലാന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെറ്റ് വേണ്ടാത്ത ചില ആളുകളുടെ എക്സംഷൻ ആണ്. 1989 മുമ്പ് UGC നടത്തിയിട്ടുള്ള ചെറിയ എക്സാമുകളുണ്ട്. അത് ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് വേണമെങ്കിൽ നെറ്റിൽ എക്സെപ്ഷൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് 2002 ജൂണിന് മുമ്പ് എഴുതിയ ആളുകൾക്ക് നെറ്റ് എക്സെപ്ഷൻ ഉണ്ട്. സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന ചില എക്സാമുകളിൽ 2002 മുമ്പ് എഴുതിയിട്ടുള്ളതാണെന്നുവെച്ചെങ്കിൽ അവർക്ക് സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റികളിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ചില എക്സെപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഏജ് ലിമിറ്റിന്റെ കാര്യം നമുക്കറിയാം. 2 കാര്യങ്ങൾ ഏജ് ലിമിറ്റ് ഇല്ല. ഒന്ന് നമുക്ക് നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല, അതേപോലെ തന്നെ PhDക്കും ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷെ JRFന് ഏജ് ലിമിറ്റ് ഉണ്ട്. 30 വയസ്സാണ് മാക്സിമം ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. ദെൻ മറ്റു കാറ്റഗറിയിൽ നമുക്കറിയാം ഒരു 5 ഇയറിന്റെ റിലാക്സേഷൻസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാൻ പറ്റും LLM ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇതിനകത്ത് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ തന്നെ മിലിറ്ററി സർവീസ് ഉള്ള ആളുകൾക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ദെൻ നമ്മുടെ PGയുടെ ഡെസർട്ടേഷൻ വർക്ക് അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും റിസർച്ചിന്റെ പ്രൊജക്ട് വർക്ക് എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 ഇയറിന്റെ ഏജ് റിലാക്സേഷൻ നമുക്കുണ്ടാവും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഘടകങ്ങളെയും കൃത്യമായിട്ട് അഡ്രസ് ചെയ്തുകൊണ്ടാണ് UGC ഒരു നെറ്റ് എക്സാമിന്റെ റിസൾട്ട് പോയിരിക്കുക. അപ്പോൾ 15% ഈ പറയപ്പെടുന്ന 6% 15%-ഓളം ഷെഡ്യൂൾഡ് കാസ്റ്റിനെ പരിഗണിക്കും. പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബിന് 7.5%, OBC 27%, 5% PWD ആണ്.
ദെൻ അതേപോലെ തന്നെ എക്കണോമിക് ബാക്ക്വേർഡ് സെഷൻ 10% ക്രൈറ്റീരിയകൾ കൊടുത്തിട്ടാണ് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സ്റ്റെപ്പ് 2 അപ്ലൈ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ പറയുന്ന പ്രോസസ്സ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് മെയിലിലേക്ക് വരും. അത് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് നമ്മൾ ലോഗിൻ പ്രോസസ്സിലേക്ക് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് ഈ ലോഗിൻ വെച്ചിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പുകളെല്ലാം പൂർത്തീകരിക്കപ്പെടേണ്ടത്. ഓക്കെ, സോ പിന്നീട് നമുക്ക് തരത്തിലുള്ള ഒരു കറക്ഷൻ പീരീഡ് അല്ലാതെ മറ്റു തരത്തിലുള്ള കറക്ഷനും എനിക്ക് അനുവദിക്കുന്നില്ല എന്ന് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഇതിന്റെ ഫോളോ അപ്പുകൾ അപ്ഡേഷൻസുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ നടത്തിയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുള്ള സാന്തസ് എന്ന് പറയുന്ന ഒരു ആപ്പ്. ഈ ആപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ എനിക്ക് ടൈം ആയിട്ട് ആപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കറിയാം ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു ആപ്പ് ആയതുകൊണ്ട് നമുക്കത് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിനെ തന്നെ ഫോളോ ചെയ്ത് നമ്മുടെ NTA വെബ്സൈറ്റ് നമ്മൾ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് വരുന്ന ഒരു തരത്തിലുള്ള സാധനങ്ങൾ NTA വെരിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്വാളിഫൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എത്തി നെറ്റിന്റെ ഒക്കെ ഫ്ലക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇതിനകത്ത് എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ട് എന്ന് വെരിഫൈ ചെയ്യുന്നത് നമ്മളൊരു ആപ്ലിക്കേഷനുമായിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് പോകുമ്പോഴായിരിക്കും അവരാണ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പൊ എത്ര കാലം നിങ്ങളുടെ NTA ചേർക്കുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. അത് പിന്നീട് വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് കണ്ടെത്തിയാൽ അതോടുകൂടെ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുന്നതാണ്. പിന്നീട് അത് വലിയ നിയമ നടപടികളിലേക്കൊക്കെ പോകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ അനുവദിച്ച സമയത്തിൽ 4 മിനിറ്റ് കൂടുതലായി. യസീൻ, ഞാനൊരു 5 മിനിറ്റ് കൂടെ പ്രസന്റ് ചെയ്തോട്ടെ, ബുദ്ധിമുട്ടാവോ? യസീൻ, യെസ് സർ. ഒരു 5 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം, ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല സർ. ഓക്കെ ഓക്കെ, ഫൈൻ, താങ്ക് യു. സോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ട് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പിന്നീട് ഫർദർ ഏത് കാലത്തും ഇതിന്റെ ഫോളോ അപ്പ് നടത്തണമെന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫൈനലി സബ്മിറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പറയുന്നത് അറ്റ്ലീസ്റ്റ് 4 പ്രിന്റെങ്കിലും വേണം എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഫീ അടച്ചിട്ടുള്ളതിന്റെ ഫീ നമ്മൾ കൃത്യമായിട്ട് അത് എടുത്തു വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫ്, ആ ഫോട്ടോഗ്രാഫിന്റെ ഒരു 8 കോപ്പിയെങ്കിലും നമ്മുടെ കയ്യിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള എൻക്വയറിയോ റെഫറൻസിന് വേണ്ടിയിട്ട് അത് ചോദിക്കാൻ അതേ സെയിം സാധനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഫോട്ടോയിൽ നമ്മുടെ പേരും ഡേറ്റും വെക്കുന്നത് കൃത്യമായിരിക്കണം, അത് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഒരിക്കലും പിന്നീട് അതിനകത്ത് ഒരു കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഒറിജിനൽ ഫോട്ടോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എല്ലാം വെരിഫൈ ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. സോ അതുകൊണ്ട് ഒറിജിനൽ ഫോട്ടോ വെച്ച് 3 മാസത്തിന്റെ ഉള്ളിലോ 6 മാസത്തിന്റെ ഉള്ളിലോ ഒക്കെ എടുക്കുന്ന ഫോട്ടോസ് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ ഏത് അഡ്മിറ്റ് കാർഡാണ് ID ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അത്ര കാര്യങ്ങൾ. പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് അഡ്രസ്സ് മാറുകയോ ഡൈവേഴ്സ് ആയതിനു ശേഷം അഡ്രസ്സ് മാറുകയോ അങ്ങനെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളാൽ അഡ്രസ്സ് മാറുകയാണെങ്കിൽ ആ അഡ്രസ്സ് മാറ്റത്തിന്റെ കൃത്യമായ രേഖ കൂടെ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകം കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. എക്സാം ഡേയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, ഒന്ന് നേരത്തെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡാണ്. നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം എന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഏതാണോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തത് അതേ ഫോട്ടോയുടെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സാധനം മാർക്കറ്റ്. പിന്നെ ഒരു ID പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഒരിക്കലും ID പ്രൂഫ് ഇല്ലാണ്ടത് ഏതാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മസ്റ്റ് ഒറിജിനൽ, വാലിഡ് ആൻഡ് നോൺ എക്സ്പയർഡ്. അതായത് പാസ്പോർട്ട് പോലുള്ള സാധനം കൊണ്ടുപോകുമ്പോൾ എക്സ്പയർഡ് അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതൊക്കെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് കൊടുക്കുമ്പോൾ ഒക്കെ ആയിരിക്കും, പക്ഷേ എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ പാസ്പോർട്ടിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. സോ അതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ലൈസൻസ് ആണെങ്കിലും പാസ്പോർട്ട് ആണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ ഒരു ഒറിജിനൽ ID കാർഡ് എക്സാമിന്റെ സമയത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു സമയത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസ് PWDയോ മറ്റേതെങ്കിലും ക്രൈറ്റീരിയയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് PWD സർട്ടിഫിക്കറ്റ് അടക്കമുള്ള നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്നതാണ്. റിപ്പോർട്ടിംഗ് ടൈം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2 മണിക്കൂർ മുമ്പാണ്. 9:00 എക്സാം എങ്കിൽ ഒരു 7 മണിക്കാണ് നമ്മൾ ഹോളിൽ എത്തേണ്ടതുണ്ട്. അരമണിക്കൂർ മുമ്പ് നിർബന്ധമായിട്ടും അവർക്ക് വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. സോ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ട്രാഫിക്കായി അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാഹചര്യം ഉണ്ടായി ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഈ പറയുന്ന എല്ലാ ഡോക്യുമെന്റുകളും വെരിഫൈ ചെയ്ത് അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം ഹോളിൽ പോയിട്ട് പറ്റുകയുള്ളൂ. അത്തരം സമയം വരേക്ക് നമ്മൾ ഈ പറയുന്നതിന് സഹകരിച്ചിരിക്കണം. ഒരു തരത്തിൽ
തരത്തിലും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് വലിയ ബാധ്യതയാവും. പിന്നീട് നമുക്ക് എക്സാം എഴുതാൻ പറ്റാത്ത വലിയ പ്രശ്നമുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാ ഇൻഫർമേഷൻ ഈ ബുള്ളറ്റിനിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഈ 100 പേജുള്ള ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നതെല്ലാം അതിനകത്തുണ്ട്. ഞാനത് പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയെടുത്തോ ഭയങ്കര റിസർച്ച് നടത്തിയിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഏരിയയിലൂടെ പോയ ഒരാളെന്നുള്ള ഒരു എക്സ്പീരിയൻസിൽ മാത്രമാണ്. സോ സ്വാഭാവികമായിട്ടും പറ്റണം. അപ്പൊ എക്സാം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും നെറ്റ് JRF വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കും. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. 4 മറ്റ് പ്രധാനപ്പെട്ട ഫെലോഷിപ്പുകളുടെയും കൂടെ NTA സ്കോർ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാഷണൽ ഫെലോഷിപ്പ് ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, പ്രത്യേകിച്ച് SC സ്റ്റുഡൻസിന് NFSC എന്ന് പറയുന്ന സ്കോളർഷിപ്പിലേക്ക് ഈ സ്കോറിന്റെ കട്ട് ഓഫ് നോക്കിയിട്ടാണ് അത് പിന്നീട് അനുവദിക്കുക. JRF ഇല്ലെങ്കിലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അതിനാകുമ്പോഴത്തേക്കും നാഷണൽ ഫെലോഷിപ്പ് ഫോർ OBCയുടെ NFOBC എന്ന് പറയുന്ന സ്കോളർഷിപ്പ്, മൗലാന ആസാദ് നാഷണൽ നാഷണൽ മൈനോറിറ്റി ഫെലോഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, മാൻഫ് നാഷണൽ ഫെലോഷിപ്പ്, അത്തരം ഫെലോഷിപ്പുകളിലേക്കൊക്കെ പരിഗണിക്കാൻ ഈ സ്കോർ ഘടകമാണ്. അതേപോലെ തന്നെ നാഷണൽ ഫെലോഷിപ്പ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന് പറയുന്ന അംഗവൈകല്യമുള്ളവർക്ക് കൊടുക്കുന്ന ഫെലോഷിപ്പുകൾക്കൊക്കെ ഈ ഒരു സ്കോറാണ് ഘടകം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതിന് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് കൂടെ പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വെക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 2 മോഡലാണുള്ളത്, ഹിന്ദി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. എന്തെങ്കിലും തരത്തിൽ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നുകയാണെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പരിഗണിക്കുക പ്രത്യേകം എനിക്ക് പറയുന്നുണ്ട്. ഏത് തരത്തിലുള്ള തർക്കങ്ങളും എനിക്ക് മാത്രം നിക്ഷിപ്തമാണ്. ഫൈനൽ ഡിസിഷൻ അവിടെ നിന്നാണ് വരിക. ഏത് തരത്തിലുള്ള കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡൽഹിയിൽ വെച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് എന്നതാണ്. സോ മാർക്കിംഗ് സ്കീം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഓക്കെ, ചില പ്രശ്നമുണ്ട്, ചില നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഈ ഡിസംബർ എക്സാമിന് നെഗറ്റീവ് മാർക്കില്ല. ഓക്കെ, CSIR-ന് മാത്രമാണ് നെഗറ്റീവ് മാർക്ക് ഉള്ളത്. അപ്പോ ഒരു എക്സാം ആൻസർ ശരിയായാൽ 2 മാർക്ക് കുറഞ്ഞാൽ അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. സോ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളത്, എക്സാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഒരു ടെന്റേറ്റീവ് ആൻസർ കീ NTA സൈറ്റിൽ വരും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ അറ്റൻഡ് ചെയ്ത ആൻസറുകളും ഈ ഒരു ആൻസർ കീ വരും. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആൻസറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവോടുകൂടെ NTAക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചാലഞ്ച് ചെയ്യപ്പെടുന്ന ആൻസറിന് 200 രൂപയാണ് ഒരു ആൻസറിന് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് 2-3 ദിവസമാണ് ആൻസർ കീ ഉണ്ടാവുക. അതിനിടയ്ക്ക് നമുക്ക് നമ്മളുടെ ക്ലൈം കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് അത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ NTA പിന്നെ ഒരു ഫൈനൽ കീ കൂടെ ഇറക്കും. അതിനടിസ്ഥാനത്തിലായിരിക്കും പിന്നെ വാല്യുവേഷനും സ്കോറിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊരു ഓപ്ഷൻ നമ്മളുണ്ട്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഹാൾ ടിക്കറ്റ് എടുത്ത് വെച്ച് മടക്കി വെച്ചിട്ട് ഇരിക്കല്ല നമ്മൾ വേണ്ടത്. ഈ ആൻസർ കീ ചാലഞ്ചിൽ കൂടെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. കാരണം നമ്മുടെ സബ്ജക്റ്റിൽ വരുന്ന ഏതെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരിക്കലും നെറ്റ് ക്വാളിഫൈ ചെയ്ത ഒരാൾ JRF ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദെൻ NTAയുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്കതിന് മോക്ക് ടെസ്റ്റ് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ എക്സാം എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പുകളും പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീൻ കാണാം. ആ സ്ക്രീനിൽ നമ്മളുടെ ഇത് കണ്ട ഇതുപോലെ നെറ്റ് UGC നെറ്റ് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ UGC നെറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സബ്ജക്ട് അവിടെ കാണാം. ഇതേപോലെ ആ സബ്ജക്ട് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു യൂസർ പാസ്വേഡ്, ഇവിടെ മോക്ക് ടെസ്റ്റിന് പിന്നെ അത് കൊടുക്കേണ്ടതില്ല. ജസ്റ്റ് നമ്മൾ ലോഗിൻ കൊടുത്താൽ ഇതേപോലെ ഒരു ഫ്രേസ് ആണ് വരിക. പ്രിപ്പേഴ്സിനകത്ത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്താൽ എങ്ങനെയാണ്, നിങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി വെച്ചാൽ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആൻസർ ചെയ്ത് കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ എനിക്കൊന്നും കൂടെ ഇത് നോക്കണം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യും, റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കും. പക്ഷെ അത് ആൻസർ പരിഗണിക്കപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ചാണ് ഈ ബട്ടണുകളുടെ കളർ ഉണ്ടാവുക. നമ്മൾക്ക് ആ ബട്ടണുകളൊക്കെ നോക്കണം. എന്നിട്ട് ഇവിടെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ആ ക്ലൈമർ നമ്മൾ ഇത് അവിടെ താഴെ അത് ടിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ. അങ്ങനെ പ്രൊസീഡ് ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക. അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആ ക്വസ്റ്റ്യന്റെ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന കുറെ അക്കങ്ങൾ. അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ കളർ മാറും. ഈ കളർ ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലുള്ള ഈ ഓരോ സാധനങ്ങളാണ്. സാധനങ്ങൾ ഈ പറഞ്ഞതാണ്. ഞാൻ ആൻസർ ചെയ്ത് എന്നുള്ളതാണ്. നോട്ട് ആൻസർ ആണ് റെഡ്, ആൻസർ ആണെങ്കിൽ ഗ്രീൻ വരും. ദെൻ ആൻസർ പിന്നെ മാർക്ക് ഫോർ റിവ്യൂ. ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടെ അത് പിന്നീട് എക്സാം ടൈം ഉണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളവർക്ക് റൗണ്ട് വരിക. അങ്ങനെ ഓരോ മട്ടിനും ഓരോ പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എഴുതിയ ആളുകളോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പുതുതായിട്ട് എഴുതാൻ പോകുന്ന ആളുകൾ
തീർച്ചയായിട്ടും NTA-യുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ മോക്ക് ടെസ്റ്റ് പല സമയങ്ങളിലായിട്ട് ചെയ്തിട്ട് വേണം എക്സാമിലേക്ക് പോകാൻ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ NTA-യിലേക്ക് മെയിൽ അയക്കേണ്ടതുണ്ട്. മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അയക്കുന്ന ഓരോ കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ പേര്, രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നമ്പർ, അതേപോലെ തന്നെ പോസ്റ്റൽ അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ എല്ലാം വെച്ച് സബ്ജക്റ്റ് അടക്കം വെച്ച് കൃത്യമായ ഒരു പ്രോസസ്സിലൂടെ പോയാൽ മാത്രമേ NTA അതിന് അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് അത് അവരെടുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കലി ഒരു മെറ്റ് ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഇത്തരം മേഖലകളിൽ നമുക്ക് പിന്നീട് ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ എക്സാക്ട് ഞാനിപ്പോ 18 മിനിറ്റ് കൂടുതൽ, 8 മിനിറ്റ് അല്ലേ, ഓക്കെ, 58 കൂടുതൽ എടുത്തതിനുള്ള ക്ഷമാപണം നടത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. പിന്നെ ഇനി നമുക്ക് ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്. നമ്മൾ നിലവിൽ തന്ന ഗൂഗിൾ ഫോമിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ബാനസീർ ആണ്, ഇംഗ്ലീഷിൽ PG ഉള്ള ആളാണ്. ബെസ്റ്റ് ബുക്ക് ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഫോർ UGC നെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രിപ്പറേഷനെ ബുക്സ് തൂങ്ങാനപ്പോഴുള്ള നല്ല കോമ്പറ്റേറ്റീവ് സാധനങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ കൺവീനിയന്റ് എപ്പോഴും പറയുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന, നിങ്ങൾക്ക് ഓക്കെ ആവുന്ന ഒരു മേഖലയിലുള്ള പുസ്തകങ്ങൾ എടുത്തിട്ട് വായിക്കുക എന്നുള്ളതാണ്. ദെൻ പിന്നെ ഒരുപാട് ഏജൻസികൾ നിരന്തരമായിട്ട് ഇത്തരം കോച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ വളരെ റീസെന്റ് നോർത്തിലെ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ കൃത്യമായിട്ട് ഇതിന്റെ 1ാം പേപ്പറിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുന്ന ഒരു 3-4 വർഷമായിട്ട് സ്ഥിരമായിട്ട് കുട്ടികൾ ഫോളോ ചെയ്തിട്ടാണ് നന്നായിട്ട് സ്കോർ ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പ്രൈവറ്റ് ഏജൻസികൾ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ ഏത് നമ്മൾ ആധികാരികമായിട്ട് ഇന്നത് എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമേ അല്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസുകൾ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് ഓരോ പബ്ലിക്കേഷൻസും അവർക്ക് ആവശ്യമായ രീതിയിൽ അതിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം സാധനങ്ങളൊന്ന് കണ്ടെത്തുക. ഇനി വേണമെങ്കിൽ റെഫറൻസിന് വേണമെങ്കിൽ ചിലത് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പറയാം. ഒരു സബ്ജക്റ്റിന് എന്തായാലും സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിക്കണമെന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. നമുക്കിനി ചോദ്യങ്ങൾ ആയിട്ട് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. അതിനുള്ള അവസരമാണ്. യാസിൻ, ചോദ്യം മാത്രമാക്കണ്ട, എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ വരുത്താൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം, അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഓക്കെ, ഏകദേശം ഇതിന്റെ എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ടോക്ക് ആയിട്ടുള്ളത്. ചോദ്യങ്ങൾ ഇനി ഇല്ല എന്നാണ് തോന്നുന്നത്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. തന്നെ സജഷൻസ്, ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാവുന്നതുമാണ്. ഒന്നോ രണ്ടോ പേരൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് പറയൂ, നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമല്ലോ. കരിയർ ഗൈഡുമാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ള. കൗൺസിലേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയോ സർ? എക്സാമിന് ടൈം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനമായിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം, വളരെ കൃത്യമായി ടൈം, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ ഒരു ഇന്റർഫേസിനകത്ത്
നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടെ തന്നെ അതിൽ നമ്മൾ നമ്മളുടെ പിന്നെ പാസ്വേഡും യൂസർ ഐ ഡി ഒക്കെ കൊടുത്ത് അതിലേക്ക് എൻ്റർ ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മുടെ ക്ലോക്ക് ചലിക്കാൻ തുടങ്ങും. അവിടെ കൃത്യമായിട്ട് ഈ പറയപ്പെടുന്ന 3 മണിക്കൂറിന്റെ ക്ലോക്ക് ചലിക്കാനാണ്. അപ്പോൾ ഓരോ സെക്കൻഡും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. സോ ഫസ്റ്റ് പേപ്പറിന് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് 1 മണിക്കൂറാണ്, 60 മിനിറ്റ് ആണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുക. 50 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇന്റർഫേസിലാണ് ഇതുണ്ടാവും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് മുകളിലേക്കൊക്കെ എത്തണമെങ്കിൽ, റിവ്യൂ ചെയ്യണമെങ്കിലൊക്കെ പ്രോസസ്സുകൾ നടക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പ്രോസസ്സുകൾ നടക്കുന്ന സമയമൊക്കെ നമുക്ക് നമ്മുടെ ആൻസറിങ്ങിന് ടൈം നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് NTA സൈറ്റിൽ കയറി നിരന്തരം മോക്ക് ടെസ്റ്റ് ചെയ്ത് ഈ ടൈം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയത്, ടൈം മാനേജ്മെന്റ് നമ്മൾ മനസ്സിലാക്കി എടുത്തേ മതിയാവും. ഇപ്പൊ ഒരു പെൻ ആൻഡ് പേപ്പർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പറയാം, ഇത്ര സമയം കൊണ്ട് നിങ്ങൾ ഇത്ര ആൻസർ ചെയ്യണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഒരു ആൻസർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു, അത് നമ്മൾ റിവ്യൂയിൽ ഇടുന്നു, പിന്നീട് നമ്മൾ നെക്സ്റ്റിലേക്ക് പോകുന്നു. എന്നാൽ ഏറ്റവും ലാസ്റ്റത്തിൽ പിന്നീട് നമുക്ക് അവസാനത്തിൽ ഹറിബറി ആവുന്നു, മുകളിലേക്ക് പോയി റിവ്യൂ ചെയ്യണമെന്ന് വെച്ചിട്ടുള്ള ആൻസറുകൾ നമ്മൾ സ്കോറിംഗിലേക്ക് പരിഗണിക്കപ്പെടാതെയാണ് നമ്മളത് മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് പോയിട്ട് നമുക്ക് ആൻസർ ചെയ്താൽ മാത്രമേ നമ്മൾ സ്കോറിംഗിലേക്ക് പരിഗണിക്കുള്ളൂ. അപ്പൊ അത് നമ്മൾ പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെ പ്രോസസ്സുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണ്, കുട്ടികൾ എക്സാമിനോട് അവർക്കുള്ള എല്ലാ ഒരു താല്പര്യവും നഷ്ടപ്പെടുന്നത് എക്സാം സെന്ററിൽ പോയി ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം, ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മൗസ് സ്ക്രോളിങ് ഒക്കെ പ്രശ്നം ഉണ്ടാവാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ എക്സ്പെർട്ടൈസിങ് ഒക്കെ ഇതിന്റെ വലിയ ഘടകമാണ്. അപ്പൊ ആ തരത്തില് അതിന് ടൈം മാനേജ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിനെ നമ്മൾ നിരന്തരം ചെയ്ത് മനസ്സിലാക്കുക. NTA വെബ്സൈറ്റിൽ അതിന്റെ ക്വസ്റ്റ്യൻസും പാറ്റേൺ ഒക്കെ ഉണ്ട്, അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം 1-2 പ്രാവശ്യം ചെയ്തിട്ട് ഈ ടൈമിന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ പിന്നെ പ്രിപ്പറേഷൻ ടൈം ആണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ, ഏതാണ് എക്സാം ടൈം ആണ് ഉദ്ദേശിച്ചത്, പ്രിപ്പറേഷനുള്ള മാനേജ്മെന്റ് ആണ്, ടൈം മാനേജ്മെന്റ് ആണോ ശനിജ? എക്സാം ടൈം ആണ് സർ ഉദ്ദേശിച്ചത്. എക്സാം ടൈം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കത് ടൈം 60 മിനിറ്റ് കൊണ്ട് 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. നോർമലി നമുക്ക് 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷേ നമ്മൾ പറയാറുള്ളത് ഒരു 45 സെക്കൻഡ് കൊണ്ടൊക്കെ തീർക്കുക, എന്നാലേ നമുക്ക് റിവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. സെക്കൻഡ് പേപ്പർ ആണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ വിശാലമായിട്ട് സമയം കിട്ടും. പക്ഷെ അവിടെയും ഈ പ്രശ്നമുണ്ട്. 2 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്കറിയാലോ 120 മിനിറ്റ് ആണ്. 120 മിനിറ്റ് കൊണ്ട് 200 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. 200 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ 120 മിനിറ്റ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ ടൈമിൽ വലിയ ചാലഞ്ചസ് അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ സബ്ജക്റ്റ് എന്നല്ല, അതിനകത്ത് ഒരുപാട് സബ്ജക്റ്റ് മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വെറുതെ നമ്മളത് കയറിയിട്ട് മോക്ക് ടെസ്റ്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പോവാം. ആൻസർ ക്ലിയർ ആണോ ശരിയാണോ ഒന്നും നോക്കണ്ട, എത്ര സമയം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തു. നീന്തൽ പഠിക്കാൻ ഒരിക്കലും തിയറി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട് നമ്മൾ, അതിന് വെള്ളത്തിൽ ഇറങ്ങി തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് NTA എക്സാം എഴുതണമെങ്കിൽ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ NTA വെബ്സൈറ്റിൽ പോയിട്ട് മോക്ക് ടെസ്റ്റ്, അതല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് നൽകുന്ന പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് അവരുടെ മോക്ക് ടെസ്റ്റുകൾ നിരന്തരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഞാനിതിന്റെ സമയത്തിന്റെ ഘടകം പറഞ്ഞാൽ അത് നിങ്ങൾ എഴുതുന്ന ടൈമിന്റെ, നിങ്ങളുടെ മാനസികാവസ്ഥയുടെ, നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ, നിങ്ങളുടെ സ്റ്റെബിലിറ്റിയുടെ എല്ലാം ഘടകങ്ങൾ അവിടെ ഡിപ്പെൻഡബിൾ ആണ്. അപ്പൊ ഞാനിപ്പോ 40 സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ അവിടെ പോയിരുന്ന് ഒരു ആൻസർ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു വികാരം മതി ഈ ടൈമിംഗ് ഒക്കെ തെറ്റാനുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹലോ സാർ, ഈ PGക്ക് ഫസ്റ്റ് ഇയറിന് ചേർന്ന ഉടനെ എക്സാം എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്രൊഫഷണലി അവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവർക്ക് പിന്നെ കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വരുന്നത് PhD അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പിന്നെ PG സെക്ടർ ചെയ്യാതെ JRF ആണ് അവർ ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ JRF അവർക്ക് 2 വർഷം കൊണ്ട് അവർക്ക് PhDക്ക് അഡ്മിഷൻ കൊടുത്ത് ഇത് ചെയ്യേണ്ടതുണ്ട്. എന്ത് ചെയ്യണം? JRF ക്ലൈം ചെയ്യേണ്ടതുണ്ട്. വിത്തിൻ 2 years or 3 years എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റ് ഇയർ എഴുതുന്നതുകൊണ്ട് പ്രശ്നമല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എഴുതിക്കോട്ടെ എന്നാണ് ഞാൻ പറയാറുള്ളത്. ഓക്കെ, അവർക്ക് പ്രൊഫഷണലി ക്ലൈം ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. അവൈറ്റഡ് അവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
സർ ക്ലിയർ ആണല്ലോ? ഹലോ സാർ, അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പരിഗണിക്കുമോ ഞാൻ ചോദിക്കുന്നു. ക്വാളിഫൈ ചെയ്ത പരിഗണിക്കും. ഈ പറഞ്ഞ ഈ പറയുന്ന പ്രശ്നമേ ഉള്ളൂ. അവര് 55% മാർക്ക് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടൊക്കെ പ്രോബ്ലം വരുന്നത് വെച്ചാൽ ഈ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും അവർ ഏത് കാലഘട്ടത്തിലാണ് എപ്പോഴാണോ അത് പൂർത്തീകരിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ അവർ ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ ആയി എന്നുള്ളതുകൊണ്ട് ഒരിക്കലും അത് പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ഇയർ ഉള്ള കുട്ടികൾക്കും അത് ആപ്ലിക്കേഷൻ കൊടുക്കാം, എക്സാം എഴുതാം. ക്വാളിഫൈ ചെയ്താലും ഈ പറയുന്ന സമയത്തിനുള്ളിൽ അവർ സർട്ടിഫിക്കറ്റ്സുകൾ കാര്യങ്ങൾ എനിക്ക് വെബ്സൈറ്റിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ ആണല്ലോ അല്ലേ യസീൻ? ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടെ എന്നെ ഇത്രയും നേരം സന്തോഷത്തോടു കൂടെ സ്വീകരിച്ച, നമുക്കറിയാം ഈ ഒരു പ്രത്യേക മേഖലയിലുള്ള സംസാരമായതുകൊണ്ട് തന്നെ അതിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ അതിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്. എന്തായാലും നല്ലൊരു വേദിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കരിയർ ഡിപ്പാർട്ട്മെന്റിനുള്ള സ്നേഹം കടപ്പാട് അറിയിച്ച് ഞാൻ ശ്രമിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ, ജാഫർ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. വെൽക്കം. നമുക്ക് ഈ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ളവര് പിന്നെ സിജിയുടെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളില് അതിന്റെ ഓഫീസ് ഉണ്ട്. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ എല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഫ്രീ ആയിട്ട് കരിയർ കൗൺസിലിംഗ് നൽകുന്നുണ്ട്, ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ. അവിടേക്ക് വന്നാലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് കരിയറുമായിട്ട് ബന്ധപ്പെട്ട. ഏതായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സിജി കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നമ്മോട് സംബന്ധിച്ച UGC നെറ്റിനെ കുറിച്ച്, JRF കുറിച്ച് വളരെ വിശദമായി എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ട് നമ്മോട് സംബന്ധിച്ച MES മമ്പാട് കോളേജിലെ പിന്നെ ഫാക്കൽറ്റിയും അതുപോലെ തന്നെ സിജിയുടെ CEE ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ ജാഫർ അലി സാറിന് എല്ലാവിധ നന്ദിയും സിജി കരിയർ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു.